ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवम् इदं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചൈതന്യ ചരിതാമൃത ആദിലീല 1-ാമത്തെ അധ്യായം 7-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ശങ്കർഷണ കാരണതോയസായി ഗർഭോദശായി ച പയോബ്ധിശായി ശേഷശ്ച യസ്യാംശ കലാശ നിത്യ നന്ദാഖ്യ രാമാ ശരണം മമാസ്തു. ശങ്കർഷണ കാരണതോയശായി ഗർഭോദശായി ച പയോബ്ധിശായി ശേഷശ്ച യസ്യാംശ കലാസ നിത്യ നന്ദാഖ്യ രാമാ ശരണം മമാസ്തു. ഹരേ കൃഷ്ണ. ഡിവോട്ടീസ് recite to you. ഹരേ കൃഷ്ണ പ്രഭു. സംഘർഷണാകാരണതോയശായി ഗർഭോദശായി ച പയോബ്ധിശായി ശേഷശ്ച യസ്യാംശകലാസ നിത്യ നന്ദാഖ്യ രാമാ ശരണം മമാസ്തു. ഹരേ കൃഷ്ണ. സംഘർഷണകാരണതോയസായി ഗർഭോദശായി ച പയോഭിസ്യാത് ശേഷാച്ച വ്യാസാത്മകലാസ നിത്യ നന്ദാഖ്യ രാമാ ശരണം മമാസ്തു. Thank you, Prabhuji. May Sri Nityananda Rama be the object of my constant remembrance. Shankarshana, Sheshanaga, and the Vishnus who lie on the Karna ocean, Garbha ocean, and ocean of milk are his plenary portions and the portions of his plenary portions. So, നമ്മുടെ നേരത്തെ ക്ലാസ്സിൽ 6 ശ്ലോകത്തിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ആദ്യത്തെ 6 ശ്ലോകം. ആ 6 ശ്ലോകം ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി വർണ്ണിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ വ്യത്യസ്തമായിട്ടുള്ള തത്വങ്ങളെ പറ്റി നമുക്ക് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ പ്രണാമം ചെയ്യാണ്. ഓക്കെ. ആദ്യത്തെ 6 ശ്ലോകം ചൈതന്യ മഹാപ്രഭുവിനെ വർണ്ണിച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ പ്രണാമം ചെയ്യുന്നു. പിന്നീട് 7 മുതൽക്ക് 5 ശ്ലോകം എന്നാണ് നിത്യാനന്ദ പ്രഭുവിനെ വർണ്ണിച്ച് പ്രണാമം ചെയ്യാണ്. അതിനുശേഷം 2 ശ്ലോകം അദ്വൈത ആചാര്യയെ പറ്റി വർണ്ണിച്ചിട്ട് പ്രണാമം ചെയ്യാണ്. പിന്നെ അവസാനത്തെ ഒരു ശ്ലോകം 14-ാമത്തെ ശ്ലോകം അത് പഞ്ചതത്വത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇനി ഉള്ള
ഇനി വായിക്കാൻ പോകുന്ന 7ാമത്തെ ശ്ലോകം മുതൽക്ക് 5 ശ്ലോകം നിത്യാനന്ദ പ്രഭുവിനെ പറ്റിയിട്ട്. ആ നിത്യാനന്ദ പ്രഭു ആരാണ്? ബലറാം, സ്വയം ബലറാമാണെന്ന് പറയുന്നത്. നിത്യാനന്ദ പ്രഭു ഇവിടെ അവതരിച്ചത് എവിടെയാണ്? ഏകചക്ര എന്നുള്ള സ്ഥലത്താണ്. മായാപൂരിൽ നിന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ? ഒരു 10-80 കിലോമീറ്റർ ദൂരത്തായിരിക്കും ഏകദേശം. ഓക്കെ. അപ്പോൾ ഏകചക്ര എന്നുള്ള സ്ഥലത്താണ്. ഏകചക്ര ആ സ്ഥലത്ത് ആരുടെ മകനായിട്ടാണ് നിത്യാനന്ദ പ്രഭു? അടായി പണ്ഡിത്തിന്റെയും പത്മാവതിയുടെയും മകനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 12 കൊല്ലം അവിടെ ഏകചക്രയില് അവിടെ ജീവിച്ചു. അതിനുശേഷം 20 വർഷം ഒരു സന്യാസി വര്യൻ വന്നിട്ട് ഇദ്ദേഹത്തിനെ തൻ്റെ സഹായിയായിട്ട് കൊണ്ടുപോയി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ 12 കൊല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് രാമലീലകളും കൃഷ്ണലീലകളും നാടകത്തിന്റെ രൂപത്തില് അവര് കളിച്ച് ആസ്വദിച്ചു. അപ്പോൾ അടായി പണ്ഡിത്തിനും പത്മാവതിക്കും അത്ഭുതം, എങ്ങനെ ഈ കുട്ടിക്ക് ഈ ചെറുപ്രായത്തില് അതായത് ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, രാമലീലയെ പറ്റിയിട്ടും കൃഷ്ണലീലയെ പറ്റിയിട്ടും എങ്ങനെ അറിയും എന്ന് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഒരു തവണ അതേപോലെ രാമലീല കളിക്കുന്ന സമയത്ത് രാമലീലയിലെ നിത്യാനന്ദ പ്രഭു ആരുടെ റോളാണ് അഭിനയിച്ചത്? ലക്ഷ്മണന്റെ. ലക്ഷ്മണാണല്ലോ ആക്ച്വലി നിത്യാനന്ദ പ്രഭു. ബലരാമും ലക്ഷ്മണനും നിത്യാനന്ദ പ്രഭു എല്ലാം സെയിം ആണ്. അപ്പോ ലക്ഷ്മണന്റെ റോള്. അപ്പൊ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ അമ്പ് ഏറ്റിട്ട് അവിടെ മോഹാത്സ്യപ്പെട്ട് വീഴാണ്. അപ്പോ ഹനുമാൻ എവിടെ പോയിട്ട് ഹിമാലയത്തിൽ പോയിട്ട് മരുന്ന് കൊണ്ടണം, സഞ്ജീവനി മരുന്ന് കൊണ്ടണം. എന്നാൽ മാത്രമാണ് ലക്ഷ്മണനെ രക്ഷിക്കാൻ പറ്റൂ. അപ്പൊ ആ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അതായത് ഇന്ദ്രജിത്ത് അമ്പയാണ്, ഇദ്ദേഹം മോഹാത്സ്യപ്പെട്ട് വീണു. ആ കുറെ നേരം എഴുന്നേൽക്കുന്നില്ല. ഡ്രാമയാണ്, എല്ലാവരും കളിയാണ്. പക്ഷെ എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. എല്ലാവരും ആകെ പരിഭ്രാന്തരായി, അച്ഛനും അമ്മയും എല്ലാവരും കൂടി. അപ്പൊ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഹനുമാന്റെ റോള് ചെയ്യുന്ന ആ കുട്ടി മറന്നുപോയി ഹിമാലയത്തിൽ പോയിട്ട് സഞ്ജീവനി ഹെർബ് ആ സസ്യം കൊടുന്നിട്ട് നാസികയിൽ വെച്ചാൽ മാത്രമാണ് ലക്ഷ്മൺജി അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭു ലക്ഷ്മണന്റെ റോൾ അഭിനയിക്കുന്ന നിത്യാനന്ദ റാം ഉണരുള്ളൂ, മോഹാത്സ്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അത് ഹനുമാന്റെ റോള് ചെയ്യുന്ന ആ കുട്ടി മറന്നുപോയി. കുറെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഉടനെ അവിടെ ഹിമാലയത്തിൽ പോയ പോലെ കാണിച്ചു, സഞ്ജീവനി ഹെർബ് കൊടുന്നു, നാസികയിൽ വെച്ചു. നിത്യാനന്ദ പ്രഭു മോഹാത്സ്യത്തിൽ നിന്ന് ഉണർന്നു വന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ലീലകളെ 12 വർഷം അവരെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അത്ഭുതം, എങ്ങനെയാണ് ഇത്രയും ചെറുപ്രായത്തില് ആരും പറഞ്ഞു കൊടുക്കാതെ ഈ ലീലകളൊക്കെ എല്ലാം മനസ്സിലാക്കിയത്. അപ്പൊ ചോദിക്കും അച്ഛനും അമ്മയും, അടായി പണ്ഡിത്തും പത്മാവതി എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? അതിനെന്താ, ഞാൻ തന്നെയല്ലേ അതൊക്കെ കളിച്ചത്, എന്റെ ലീലകളല്ലേ പറയും. അപ്പൊ അവർക്കൊന്നും മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. പിന്നീടാണ് ലക്ഷ്മിപതി പറഞ്ഞിട്ടുള്ള ഒരു സന്യാസി വര്യൻ വന്നിട്ട് ഇദ്ദേഹത്തിനെ സഹായിയായിട്ട് തീർത്ഥാടനത്തിന് വിളിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമം, എങ്ങനെ പറഞ്ഞു വയ്ക്കുക. പക്ഷെ ഒരു സന്യാസി വര്യൻ, ഒരു ബ്രാഹ്മണൻ വന്ന് വിളിച്ചാൽ എന്ന് ചോദിച്ചാൽ കൊടുക്കണം. അതാണ് അന്നത്തെ കാലത്ത്, അവരെ തൃപ്തിപ്പെടുത്തണം. അതുകൊണ്ട് പറഞ്ഞേക്കാണ്. അങ്ങനെ 20 വർഷം ഇന്ത്യ മുഴുവന് എല്ലാ പിൽഗ്രിമേജിലും പോയിട്ടുണ്ട്. നിത്യാനന്ദ പ്രഭു. ആ നിത്യാനന്ദ പ്രഭു ആരാണ്? ബലറാം സ്വയമാണ് എന്നാണ് പറയുന്നത്. സോ മേ ശ്രീ നിത്യാനന്ദ രാമ ബി ദ ഒബ്ജക്ട് ഓഫ് മൈ കോൺസ്റ്റന്റ് റിമംബറൻസ്. എപ്പോഴും എൻ്റെ സ്മരണയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആര് പറയുന്നു? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ആരാണ് അദ്ദേഹം? ശങ്കർഷണ, ശേഷനാഗ ആൻഡ് ദ വിഷ്ണുസ് ഹു ലൈവ് ഓൺ ദ കാർണ ഓഷ്യൻ. ശങ്കർഷണ നമുക്കറിയാം, ഭഗവാൻ കൃഷ്ണൻ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിസ്തരണം, ആദ്യത്തെ എക്സ്പാൻഷൻ ആണ് ബലറാം. ആ ബലറാമിൽ നിന്നാണ് ചതുർവ്യൂഹ, ശങ്കർഷണ, പ്രദ്യുമ്ന, വാസുദേവ, അനിരുദ്ധ. ആ ശങ്കർഷണൻ, അതിനെയാണ് മൂലശങ്കർഷണൻ എന്നത്. ആ മൂലശങ്കർഷണന്റെ എക്സ്പാൻഷൻ ആണ് നാരായണൻ.
ആ നാരായണനിൽ നിന്നാണ് രണ്ടാമത്തെ ചതുർവ്യൂഹ ഉത്ഭവിക്കുന്നത്. രണ്ടാമത്തെ ചതുർവ്യൂഹ എന്ന് പറഞ്ഞാൽ വീണ്ടും ശങ്കർഷ്ണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അപ്പൊ ആ രണ്ടാമത്തെ ചതുർവ്യൂഹത്തിലെ ശങ്കർഷനെ മഹാശങ്കർഷൻ. ആ മഹാശങ്കർഷനിൽ നിന്നാണ് ആര് വരുന്നത്? മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണ ഉദകസായി വിഷ്ണു വരുന്നത്. ഇവിടെ അതാണ് പറയുന്നത്, ആ ശങ്കർഷണൻ ആ മഹാവിഷ്ണു 3 വിഷ്ണു ആയിട്ടാണ് വരുന്നത്. മഹാവിഷ്ണു പറഞ്ഞാൽ കാരണോദായ വിഷ്ണു, അദ്ദേഹം വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു ആരായിട്ട്? ഗർഭോദായ വിഷ്ണു. അദ്ദേഹം വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു ആരായിട്ട്? ക്ഷീരോദായ വിഷ്ണു. ഓക്കെ, ആ സെയിം ആണാണ് നിത്യാനന്ദ റാം എന്നിവിടെ പറയുന്നത്. അതിന്റെ വീണ്ടും എക്സ്പാൻഷനാണ് ശേഷനാഗം. ഭഗവാന് കൊടയായിട്ട് ശേഷ, അനന്തശേഷ. ഓക്കെ, അപ്പോ 3 പരമാത്മാവും ആക്ച്വലി ആരാണ്? ശങ്കർഷന്റെ ഒറിജിനൽ ബലരാമൻ. ആ ബലരാമൻ ആരാണ്? നിത്യാനന്ദ പ്രഭു. 3 പരമാത്മാവുണ്ട്. ആരാണ് ഈ 3 പരമാത്മാവ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? കൃഷ്ണ. യെസ്, കൃഷ്ണൻ തീർച്ചയായിട്ടും പരമാത്മാവാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന പരമാത്മാവ് അല്ല. മൂന്ന് പുരുഷാവതാരങ്ങളാണ്. കാരണോദകശായി, ഗർഭോദകശായി. എന്താ പറഞ്ഞ? ഈ മൂന്ന് പുരുഷാവതാരങ്ങളാണ്. ഈ 3 പുരുഷാവതാരങ്ങൾ. 3 പുരുഷാവതാരങ്ങള്. 3 പുരുഷാവതാരം. കാരണോദായ വിഷ്ണു ആരുടെ പരമാത്മാവാണ്? ഈ ഭൗതിക സൃഷ്ടിയുടെ മുഴുവൻ പരമാത്മാവായിട്ടാണ് കാരണ ഉദകസായ വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണു. ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും പരമാത്മാവാണ് കാരണ ഉദകസായ വിഷ്ണു. പിന്നെ അതിൽ ഓരോ ബ്രഹ്മാണ്ടത്തിലും അതേ കാരണ ഉദകസായ വിഷ്ണു വിസ്തരിച്ചിട്ട് ഗർഭ ഉദകസായ വിഷ്ണു ആയിട്ട് മാറുന്നുണ്ട്. ആ ഗർഭോദായ വിഷ്ണു ഒരു ബ്രഹ്മാണ്ടത്തിന്റെ പരമാത്മ. ഒരു ബ്രഹ്മാണ്ടത്തിൽ അപ്പോ അനേകം ഗർഭോദായ വിഷ്ണു ഉണ്ട്. കാരണോദായ വിഷ്ണു ഒന്നേ ഉള്ളൂ അല്ലെ? അപ്പോ ഓരോ ബ്രഹ്മാണ്ടത്തിനും ഓരോ ഗർഭോദായ വിഷ്ണു ഉണ്ട്. അപ്പോ ആ ബ്രഹ്മാണ്ടത്തിന്റെ പരമാത്മാവാണ് ഗർഭോദായ വിഷ്ണു. പിന്നെ ഓരോ ചരാചരങ്ങളിലും ഓരോ അണുക്കളിലും ആ ഗർഭോദായ വിഷ്ണു ആരായിട്ട് മാറുന്നു? ക്ഷീരോദായ വിഷ്ണു അല്ലെ? അപ്പൊ അതും പരമാത്മ. അപ്പൊ 3 പരമാത്മാവ്. അപ്പൊ അങ്ങനെ അതെല്ലാം എവിടുന്ന് ഉത്ഭവിക്കുന്നു? ബലരാമൻ നിന്ന്. ആ ബലരാം ആരാണ്? ശ്രീ നിത്യാനന്ദറാം. ആ ശ്രീ നിത്യാനന്ദറാം, അതായത് ബലരാം ശ്രീ നിത്യാനന്ദരാമനായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയില് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 520 വർഷം മുമ്പ് ഇവിടെ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ആ ബലരാമന്റെ ഫസ്റ്റ് ചതുർവ്യൂഹം കഴിഞ്ഞിട്ടുള്ളതൊന്നുകൂടെ പറയും. ബലരാമനിൽ നിന്ന് സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അത് കഴിഞ്ഞിട്ടുള്ള ആ മൂലസംഘർഷനിൽ നിന്ന് നാരായണൻ വരുന്നു. ആ നാരായണൻ നിന്ന് വീണ്ടും രണ്ടാമത്തെ ചതുർവ്യൂഹം. രണ്ടാമത്തെ ചതുർവ്യൂഹത്തില് സെയിം സംഘർഷണം, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. ആ രണ്ടാമത്തെ ചതുർവ്യൂഹത്തിലെ സംഘർഷനെ മഹാസംഘർഷണൻ എന്ന് പറയുന്നു. ആ മഹാസംഘർഷനിൽ നിന്നാണ് കാരണ ഉദകസായി വിഷ്ണു വരുന്നത്. ക്ലിയർ ആയി പ്രഭു, ക്ലിയർ ആയി. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 8. മായാതീതേ വ്യാപി വൈകുണ്ഠലോകേ പൂർണ്ണൈശ്വര്യേ ശ്രീചതുർവ്യൂഹ മധ്യേ രൂപം യസ്യോദ്ഭാതി ശങ്കർഷണാഖ്യം തം ശ്രീനിത്യാനന്ദരാമം പ്രപദ്യേ. മായാതീതേ വ്യാപി വൈകുണ്ഠലോകേ പൂർണ്ണൈശ്വര്യേ ശ്രീചതുർവ്യൂഹ മധ്യേ രൂപം യസ്യോദ്ഭാതി ശങ്കർഷണാഖ്യം തം ശ്രീനിത്യാനന്ദരാമം പ്രപദ്യേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മായാതീതേ വ്യാപി വൈകുണ്ഠലോകേ പൂർണ്ണൈശ്വര്യേ ശ്രീചതുർവ്യൂഹ മധ്യേ രൂപം യസ്യോദ്ഭാതി സംഘർഷണാഖ്യം തം ശ്രീനിത്യാനന്ദരാമം പ്രപദ്യേ. ഹരേ കൃഷ്ണ. മായാതീതേ വ്യാപി വൈകുണ്ഠലോകേ പൂർണ്ണൈശ്വര്യേ ശ്രീചതുർവ്യൂഹ മധ്യേ രൂപം യസ്യോദ്ഭാതി സംഘർഷണാഖ്യം തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. ഹരേ കൃഷ്ണ. I surrender unto the lotus feet of Sri Nityananda Rama, who is known as
Shankarshana in the midst of Chadurvyuha, consisting of Vasudeva, Shankarshana, Pradyumna, and Aniruddha. He possesses full opulences and resides in Vaikundaloka, far beyond the material creation. വീണ്ടും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തന്റെ പ്രണാമം അർപ്പിക്കുകയാണ്. ആരെ? ആ നിത്യാനന്ദരാമനെ, ഇസ് ആൾസോ നോൺ ആസ് സംഘർഷണ. അതായത് നിത്യാനന്ദ, അതായത് ബലരാമന്റെ എക്സ്പാൻഷനാണ് സംഘർഷൻ. ആ ചതുർവ്യൂഹത്തിന്റെ മധ്യേ, അതായത് സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ, അതിലത്തെ പ്രധാനപ്പെട്ട സംഘർഷണം. അപ്പൊ ആ സംഘർഷനെ ഞാൻ നമിക്കുന്നു. ഹി പൊസസസ് ഫുൾ ഓപ്ലൻസസ്, എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. എവിടെയാണ് അദ്ദേഹം വസിക്കുന്നത്? വൈകുണ്ഠ ലോകത്തിൽ, സംഘർഷന്റെ വൈകുണ്ഠത്തിലാണ്. ഫോർ ബിയോണ്ട് ദ മെറ്റീരിയൽ ക്രിയേഷൻ, അതായത് ഈ ഭൗതിക ലോകത്തിലെ എത്രയോ അപ്പുറത്താണ്. അതാണ് ആ നിത്യാനന്ദരാമനെ ഞാൻ വന്ദിക്കുന്നു, പ്രണാമം ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ടെക്സ്റ്റ് 9. മായാഭർത്താജാണ്ഡ ശംഖർഷയാംഘ സേതേ സാക്ഷാത് കാരണാംഭൂതി മധ്യേ യസ്യേകാംശ ശ്രീ പുമാനാദിദേവസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. മായാഭർത്താജാണ്ഡ ശംഖാർഷയാംഗ സേതേ സാക്ഷാത് കാരണാംഭൂതി മധ്യേ യസ്യേകാംശ ശ്രീ പുമാനാദിദേവസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മായാജാണ്ഡ സംഘർഷയാംഗ ശേതാ സാക്ഷാത് കാരണാംഭോധി മധ്യേ യസ്യൈകാംശ ശ്രീ പുമാനാദിദേവാസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. ഹരി കൃഷ്ണ. ഹരേ കൃഷ്ണ. മായാഭർത്താജാണ്ഡ സംഘാശ്രയാംഗ ശേദേ സാക്ഷാത്കാരണാംബോധി മധ്യേ യസ്യൈകാംശ ശ്രീപുമാനാദിദേവസ്തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. ഹരേ കൃഷ്ണ. Thank you, Mataji. I offer my full obeisances unto the feet of Sri Nityananda Rama, whose partial representation called Karna Sai Vishnu, lying on the Karna ocean, he is the original Purusha, the master of illusory energy and the shelter of all the universes. അപ്പോ ഇതിലെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കാരണ ഉദക് സായി വിഷ്ണുവിന് പ്രണാമം ചെയ്യാണ്. ആരാണ് അദ്ദേഹം? നിത്യാനന്ദരാമന്റെ പാർഷ്യൽ റെപ്രസെന്റേഷൻ. നിത്യാനന്ദരാം എന്ന് പറഞ്ഞാൽ ബലരാമന്റെ പാർഷ്യൽ, കാരണം അംശത്തിന്റെ അംശമായി അല്ലെ. നമ്മൾ പറഞ്ഞു ബലരാമൻ ചതുർവ്യൂഹം, നാരായണൻ ചതുർവ്യൂഹം, പിന്നെ ആ മൂലസംഘർഷം, മഹാസംഘർഷനാണ് ഇവിടെ കാരണസായി വിഷ്ണു. അതാണ് പാർഷ്യൽ റെപ്രസെന്റേഷൻ പറയുന്നത്. അപ്പൊ ആ കാരണസായി വിഷ്ണു ആരാണ്? കാരണക്കടലിൽ ശയിച്ച് ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാറ്റിന്റെയും മാസ്റ്ററാണ്. ഒറിജിനൽ പുരുഷാവതാരങ്ങളുടെ ഒറിജിനൽ പുരുഷാവതാരമാണ് കാരണസായി വിഷ്ണു. എവിടെ നിന്നാണ് ഈ ഭൗതിക ലോകം തുടങ്ങുന്നത്? കാരണസായി വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണ്. ഉത്ഭവ സ്ഥാനം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ, കോസ്മോസിന്റെ, ഈ ഭൗതിക ലോകത്തിന്റെ കാരണസായി വിഷ്ണു. അതുകൊണ്ടാണ് എല്ലാവരും കൃഷ്ണ പ്രഭു ഒരു എക്കോ പോലെയാണ്, ക്ലിയർ ആവുന്നില്ല. ഓഡിയോ ക്ലിയർ. ഓഡിയോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ക്ലിയർ ആണോ? അപ്പം കുറച്ച് ക്ലിയർ ആയി പ്രഭു. അതെ, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉദ്ഭവസ്ഥാനം മഹാവിഷ്ണു. അതുകൊണ്ടാണ് എല്ലാവരും സാധാരണ ആരാണ്
പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ വിഷ്ണു. എല്ലാവരും ഹരിബോൾ. ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നെറ്റ് സ്ലോ. ഷർമിള മാതാജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ ഇപ്പൊ? കേൾക്കാം പ്രഭു. കേൾക്കുന്നുണ്ട് പ്രഭു, കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോ നമ്മളെല്ലാവരും മിക്ക ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാരണം, നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്താണ്? ആ മഹാവിഷ്ണുവിനാണ് നമ്മൾ ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും അവർ പറയും ആരാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ പറഞ്ഞാൽ വിഷ്ണു. കാരണഭൂതസായി വിഷ്ണു എന്നാണല്ലോ ഇതെല്ലാം വരുന്നത്. അപ്പൊ അതിന്റെ മുകളിലെ കാര്യങ്ങള് ആർക്കും അറിയില്ല. അപ്പോ ആ കാരണഭൂതസായി വിഷ്ണുവിന്റെ ഉദ്ഭവസ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് വളരെ ചുരുക്കം പേർക്കേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഒരു തെറ്റിദ്ധാരണ. ഈവൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ മഹാവിഷ്ണു ത്രൂ ആണ് വരുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക്. അപ്പൊ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ എന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? ആക്ച്വലി ഭാഗവതം വായിച്ചാൽ, സ്പെസിഫിക്കലി ശ്രീ ചൈതന്യ ചരിതാമൃതം വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്കറിയാം എങ്ങനെയാണ് ഇതിന്റെ ഹൈറാർക്കി വരുന്നത്. ഗോലോകത്തിലെ ശ്രീകൃഷ്ണൻ ഭഗവാനും അവിടെ നിന്നുള്ള എക്സ്പാൻഷൻ, ബലരാമനും പിന്നെ ചതുരയും, ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ശ്രീ ചൈതന്യ ചരിതാമൃതം പറഞ്ഞു തരുന്നുണ്ട്. ഭാഗവതം വായിച്ചാലും എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഭാഗവതം അത് ഒരു ഭക്തന്മാരുടെ തിരുമുഖത്ത് നിന്ന് കേൾക്കണം. അവർക്ക് മാത്രം, ആചാര്യന്മാർ അതിൽ കമന്ററീസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആചാര്യന്മാരുടെ കമന്ററി വായിച്ചാലേ നമുക്ക് അതിന്റെ ശരിക്കുള്ള ക്ലാരിറ്റി കിട്ടുള്ളൂ. നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചാലൊന്നും ഭാഗവതം മനസ്സിലാവും. ഒന്നും ക്രോണോളജിക്കൽ ഓർഡറിലല്ല, അല്ലേ? ഒന്നും ക്രോണോളജിക്കൽ ഓർഡറിലല്ല. അതുകൊണ്ട് ശരിക്കും അതിന്റെ അന്തർലീനമായി കിടക്കുന്ന ആ സത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആചാര്യന്മാരുടെ കമന്ററീസ് വായിക്കണം. അതേപോലെ സീനിയർ ഡിവോട്ടീസിന്റെ ക്ലാസ്സുകൾ കേൾക്കണം. അപ്പൊ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടായി. അപ്പൊ ആ കാരണോദസായ വിഷ്ണുവിനെ എവിടെ കിടക്കുന്നു? ശയിക്കുന്നു കാരണോഷ്യൻ, കാരണ ഉദക, അതാണ് കാരണോഷ്യൻ. അദ്ദേഹമാണ് ഒറിജിനൽ പുരുഷ. അവിടുന്നാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും, അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉത്ഭവിക്കുന്നത്. അദ്ദേഹം ശ്വസിക്കുമ്പോൾ, അതായത് വെൻ ഹീസ് എക്സൈലിംഗ്, ശ്വാസം വിടുന്ന സമയത്ത് അനേകം ബ്രഹ്മാണ്ടങ്ങൾ, നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്ത അൺലിമിറ്റഡ് ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹത്തിന്റെ രോമകൂപത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ആ ബ്രഹ്മാണ്ടങ്ങളെ ആദ്യം എങ്ങനെയാ വരുന്നത്? ഒരു സീഡ് ഫോമിലാണ് വരുന്നത്, വിത്ത് ഫോമിൽ. അതിന് പ്രധാനം പറയും. പിന്നീടാണ് അതില് സമയവും മഹത്തത്വവും എല്ലാം അദ്ദേഹത്തിന്റെ അതായത് ദൃഷ്ടിയിലൂടെ ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നത് ജീവാത്മാക്കളെല്ലാം. അങ്ങനെ ഒരു ഫുൾ ഫ്ലെജ്ഡ് യൂണിവേഴ്സ് ആയിത്തീരുന്നു. പിന്നീട് അതിൽ ബ്രഹ്മാവിന് രണ്ടാമത്തെ സൃഷ്ടി, സെക്കൻഡറി ക്രിയേഷൻ, വിസർഗ എന്നിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നൽകുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ആ കാരണോസായി വിഷ്ണു പാർഷ്യൽ റിപ്രസെന്റേഷൻ ആണ് നിത്യാനന്ദ റാമിന്റെ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഞാൻ പ്രണാമം ചെയ്യുന്നു. ഈസ് ദ മാസ്റ്റർ ഓഫ് ഇല്യൂഷണറി എനർജി. ഇല്യൂഷൻ പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി, മായാശക്തി, ബഹിരാംഗ ശക്തി, അതിന്റെ മാസ്റ്ററാണ്. ആൻഡ് ദ ഷെൽട്ടർ ഓഫ് ഓൾ ദ യൂണിവേഴ്സസ്, എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും. ഒരു ബ്രഹ്മാണ്ടല്ല, അനേകം ബ്രഹ്മാണ്ടം. എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും അദ്ദേഹത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ നിത്യാനന്ദരാമനെ ഞാൻ പ്രണാമം ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
അടുത്തത് യസ്യാം ശാംസ ശ്രീലഗർഭോദശായി യന്നാഭ്യബ്ജം സംഘാതനാളം ലോകശ്രഷ്ടു സൂതികധാമ ധാതോസ് തം ശ്രീനിത്യാനന്ദരാമം പ്രപദ്യേ. യസ്യാം ശാംസാ ശ്രീലഗർഭോദശായി യന്നാഭ്യബ്ജം സംഘാതനാളം ലോകശ്രഷ്ടു സൂതികധാമ ധാതോസ് തം ശ്രീ നിത്യാനന്ദ രാമം പ്രപദ്യേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്യാം ശാംസ ശ്രീലഗർഭോദശായി യന്നാഭ്യബ്ജം ലോകസംഘാതനാളം ലോകസൃഷ്ടു സൂതികാധാമധാതോസ് തം ശ്രീ നിത്യാനന്ദ രാമം പ്രപദ്യേ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. യസ്യാം ശംസ ശ്രീലഗർഭോദശായി യന്നാഭിയബ്ജം ലോകസംഘാതനാളം ലോകസ്രഷ്ടു സൂതികാധാമധാതോസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. ഇതാണ് പറയുന്നത്. ഐ ഓഫർ മൈ ഫുൾ ഒബേസൻസസ് under the feet of Sri Nityananda Rama, a partial part of whom is Garbhodakasai Vishnu. From the navel of Garbhodakasai Vishnu sprouts the lotus that is the birthplace of Brahma, the engineer of the universe. The stem of that lotus is the resting place of the multitude of planets. ഞാൻ ആരെ വന്ദിക്കുന്നു? ഗർഭോദസായി വിഷ്ണു. ആരാണ് ഗർഭോദസായി വിഷ്ണു? ആദ്യത്തെ മഹാവിഷ്ണുവിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിന്റെ എക്സ്പാൻഷൻ, മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷൻ. ഓരോ ബ്രഹ്മാണ്ടത്തിലും പ്രവേശിക്കുന്ന ഗർഭോദസായി വിഷ്ണു. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നാണ് ആര് വരുന്നത്? ഒരു ലോട്ടസ് ഫ്ലവർ വരുന്നത്. ആ ലോട്ടസ് ഫ്ലവറിലാണ് ബ്രഹ്മാവിന്റെ ജനനം. ആ ബ്രഹ്മാവാണ് ഈ ഓരോ പർട്ടിക്കുലർ യൂണിവേഴ്സിന്റെയും ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും എഞ്ചിനീയർ, വിസർഗം ചെയ്യുന്ന ആണ്, സെക്കൻഡറി ക്രിയേറ്റർ. അവിടെയാണ്, അതുകൊണ്ടാണ് ഇവിടെ ശ്രീല പ്രഭുപാദ എഞ്ചിനീയർ ഓഫ് ദ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനാണ് ആ ദൗത്യം കൊടുത്തിരിക്കുന്നത്, സെക്കൻഡറി ക്രിയേഷൻ. എല്ലാ മെറ്റീരിയൽസും ഭഗവാൻ സപ്ലൈ ചെയ്യുന്നു, അതിനെ അസംബിൾ ചെയ്തിട്ട് ബാക്കി സെക്കൻഡറി ക്രിയേഷൻ ചെയ്യാം. എങ്ങനെ ഒരു ഉടമസ്ഥൻ ഒരു വീട് കെട്ടുന്ന സമയത്ത് എല്ലാ മെറ്റീരിയലും സപ്ലൈ ചെയ്യുന്നു, എഞ്ചിനീയർ വന്നിട്ട് അതിനെല്ലാം അസംബിൾ ചെയ്തിട്ട് ഒരു വീട് ഉണ്ടാക്കുന്നു. അതേപോലെ ഭഗവാൻ എല്ലാ മെറ്റീരിയൽസും കൊടുക്കുന്നു, ബ്രഹ്മാവ് അതിനെ അസംബിൾ ചെയ്യുന്നു. ദ സ്റ്റെം ഓഫ് ദാറ്റ് ലോട്ടസ്. അപ്പൊ ആ നാഭിയിൽ നിന്ന് വളരുന്ന ആ ഒരു താമരയുടെ ചെടി, അതിന്റെ സ്റ്റെം, അതിന്റെ തണ്ടിലാണ് ഈ 14 ലോകങ്ങളും, ഈ 14 ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത്. The stem of that lotus is the resting place of the multitude of planets. 14 അല്ലെ? നമുക്കറിയാം, അപ്പർ പ്ലാനറ്റ് സിസ്റ്റം, മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം, ലോവർ പ്ലാനറ്റ് സിസ്റ്റം. അപ്പൊ നമ്മൾ ടോട്ടല് എത്ര പ്ലാനറ്റ്സ് ആണ്? 14 ലോകങ്ങള്. പ്ലാനറ്റ് അല്ല, പ്ലാനറ്ററി സിസ്റ്റംസ്. അതിന് മധ്യേ 7ാമത്തെയാണ് ഭൂമണ്ഡലം അല്ലെ? ഭൂമണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല, അതിൽ സപ്തദ്വീപുകളുണ്ട്. ഇങ്ങനെ ഓരോ ദ്വീപിലും കുറെ വർഷങ്ങളുണ്ട്, പിന്നെ ഖണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ പ്ലാനറ്ററി സിസ്റ്റം, നോട്ട് വൺ പ്ലാനറ്റ്. അതേപോലെ മുകളിൽ എന്താണ്? ഭൂർ സ്വർഗ, മഹർ, ജന, തപ, സത്യ. താഴെ അത്തല, പിത്തല, സുതല, തലാതല, മഹാതല, രസാതല, പാതാള. അങ്ങനെ 14 പ്ലാനറ്റ് സിസ്റ്റംസ് ആണ്. അപ്പൊ അതില് മധ്യയുള്ള ആ ഭൂമണ്ഡലത്തിലെ, സപ്തദ്വീപിലെ, ജംബൂദ്വീപിലെ, ഭാരതവർഷത്തിലെ, ഭാരതഖണ്ഡത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ആ ഭാരതവർഷമാണ് ഇവിടെ കർമ്മഭൂമിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഭാരതവർഷത്തിലാണ് നമ്മളുള്ളത്. അപ്പോ ഈ കംപ്ലീറ്റ് ബ്രഹ്മാണ്ടം എവിടെയാണ്? ഈ താമരത്തണ്ടിലാണ്. ഈ 14 പ്ലാനറ്റ് സിസ്റ്റം താമരത്തണ്ടിലാണ്. അപ്പൊ അതിന്റെ വിസർഗം അല്ലെങ്കിൽ
ക്രിയേറ്റർ, സൃഷ്ടാവ് ആരാണ്? ബ്രഹ്മ. ഈസ് ദ ഫസ്റ്റ് ലിവിങ് എൻറ്റിറ്റി. ആദ്യത്തെ ജീവാത്മാവാണ്, ഫസ്റ്റ് ലിവിങ് എൻറ്റിറ്റി ഈ ബ്രഹ്മാണ്ടത്തിൽ. ആ നിത്യാനന്ദരാമനെ ഞാൻ വണങ്ങുന്നു, നമിക്കുന്നു എന്നാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. 11. യസ്യാം സാം സാം സ പരാത്മാഖിലാനാം ഓഷ്ടവിഷ്ണുർഭാതി ദുഗ്ധാദ്ഭിസായി ക്ഷൗണിഭർത്തായത് കലാസോപി അനന്തസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. യസ്യാം സാം സാം സ പരാത്മഖിലാനാം ഓഷ്ടവിഷ്ണുർഭാതി ദുഗ്ധാബ്ധിസായി ക്ഷൗണിഭർത്തായ കാല സോപി അനന്തസ് തം ശ്രീ നിത്യാനന്ദം രാമം പ്രപദ്യേ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. യസ്യാം ശാം ശാം ച പരാത്മാഖിലാനാം കോഷ്ഠാ വിഷ്ണുർഭാതി ദുഗ്ധാബ്ധിശായി ക്ഷൗണീഭർത്തായത് കലാസോ അപ്യനന്ദസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. യസ്യാം ശം ശം ശ പ്രാതമേഖിലാനാം പോഷ്ടാ വിഷ്ണുർഭാതി ദുഃഖാഭിസയി ക്ഷൗണീ ഭരത്തായത് കലാസോപി അനന്ദാസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. ഹരി ബോൾ. I offer my respectful obeisances unto the feet of Sri Nityananda Rama, whose secondary part is the Vishnu lying in the ocean of milk. That Shirosai Vishnu is the super soul of all living entities and the maintainer of all the universes. Sheshanaga is his further subpart. Okay. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പ്രണാമം ചെയ്യുന്നു ആ നിത്യാനന്ദ രാമന്. ആരുടെ രണ്ടാമത്തെ പാട്ട് ഈസ് ദ വിഷ്ണു ലൈങ് ഓൺ ദ ഓഷ്യൻ ഓഫ് മിൽക്ക്, പാലാഴിയിൽ. ആ പാലാഴിയിൽ ശയിക്കുന്ന വിഷ്ണുവിനെയാണ് ക്ഷീര ഉദകസായി വിഷ്ണു എന്ന് പറയുന്നത്. ഈ ക്ഷീര ഉദകസായി വിഷ്ണു ഈ പ്രപഞ്ചത്തിലെ, ഈ ബ്രഹ്മാണ്ടത്തിലെ ശ്വേതദ്വീപിലെ, ധ്രുവലോകത്തിനടുത്തുള്ള ശ്വേതദ്വീപിലെ പാലാഴിയിലാണ് ശയിക്കുന്നത്. അപ്പൊ ആ ക്ഷീരോസായി വിഷ്ണുവാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ സൂപ്പർ സോൾ. എല്ലാ ലിവിങ് എൻറ്റിറ്റീസിലെയും ഉള്ളിലെ പരമാത്മാവായിട്ട്, ഹൃദയത്തിന്റെ ഉള്ളിലെ പരമാത്മാവായിട്ട് ഉള്ളത് ഈ ക്ഷീരോസായി വിഷ്ണു. അദ്ദേഹത്തിന്റെ തന്നെ സബ് പാർട്ടാണ് ആരെ? ശേഷനാഗ. അദ്ദേഹത്തിന്റെ സബ് പാർട്ടാണ് ശേഷനാഗ. ഓക്കെ. അപ്പോ ഈ പ്രാപഞ്ചിക വൈകുണ്ഠം എന്ന് പറയുന്ന ശ്വേതദ്വീപ്, ധ്രുവലോകത്തിനടുത്തുള്ള ശ്വേതദ്വീപ് പ്രാപഞ്ചിക ഈ പ്രപഞ്ചത്തിലെ, ഈ ബ്രഹ്മാണ്ടത്തിലെ വൈകുണ്ഠം. ഒരു റെപ്രസെന്റേറ്റീവ് ഓഫീസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അല്ലെ? ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ഓഫീസ് വേറെ സ്ഥലത്തുണ്ടായിരിക്കും, ഫുൾ ഫ്ലെജ്ഡ് ഓഫീസല്ല. അപ്പോൾ ആ റെപ്രസെന്റേറ്റീവ് ഓഫീസാണ് ഇവിടെ ഈ ക്ഷീരോസായി വിഷ്ണുവിന്റെ. അപ്പോ ഇവിടെ നമ്മളുടെ വല്ലവർക്കും ഇവിടെ പ്രശ്നം ഉണ്ടായാൽ, ബ്രഹ്മാവും മറ്റ് ദേവീ ദേവതമാരും ഈവൻ ഭൂമി ദേവിക്ക് പ്രശ്നം ഉണ്ടായി അല്ലെ? അസുരന്മാരുടെ ശല്യം സഹിക്ക് വയ്യാതെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് ആരുടെ അടുത്ത് പോയി? ശിവനും കൂട്ടിയിട്ട് ക്ഷീരസാഗരത്തിന്റെ തീരത്ത് പോയി. ആരോട് അഭ്യർത്ഥിച്ചു? ക്ഷീരോദസായി വിഷ്ണുവിടെ അഭ്യർത്ഥിച്ചു. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഭൂമി ദേവിക്ക് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, ഒരുപാട് അസുരന്മാര് ശല്യം ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് നിവാരണം വേണം. അപ്പോ അവരെ പ്രാർത്ഥിച്ചു. എങ്ങനെ? പുരുഷ സൂക്തം കൊണ്ട്. ബ്രഹ്മാവ് പുരുഷ സൂക്തം ചൊല്ലിയിട്ട് ശ്രീസായി വിഷ്ണുവിനെ സ്തുതിച്ചു. അപ്പൊ അശരീരി കേട്ടു. അവിടെ ഓഡിയൻസ് കൊടുത്തില്ല, അവിടെ നിന്നൊരു സെലസ്റ്റിയൽ വോയിസ്, ഞാൻ അടുത്ത് തന്നെ ഇവിടെ വരുന്നുണ്ട്, എൻ്റെ പൂർണ്ണ രൂപത്തില്, എൻ്റെ സ്വയം രൂപത്തില് കൃഷ്ണനായിട്ട് ഞാൻ വൃന്ദാവനത്തില് അവതരിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് എല്ലാ വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലെ റെപ്രസെന്റേറ്റീവ് ഓഫീസ് ആയിട്ടുള്ള ശ്വേതദ്വീപിലെ പ്രാപഞ്ചിക വൈകുണ്ഠത്തിലാണ് സാധാരണ.
അപ്പൊ ആ ക്ഷീരസായി വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു, പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത്. ആരാണത്? പിന്നെ ശേഷനാഗ. ശേഷനാഗ ഈസ് ഹിസ് ഫർദർ സപ്പാർട്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു പാർട്ടാണ്, ഒരു പോർഷനാണ് ആരുടെ? ഈ ക്ഷീരസായി വിഷ്ണുവിന്റെ. അതാണ് പറയുന്നത് ടെക്സ്റ്റ്. ഇനി ആരെ പറ്റിയാണ് പറയുന്നത്? അദ്വൈതാചാര്യൻ. അപ്പൊ ഇത്രയും 5 ശ്ലോകങ്ങളില് 7, 8, 9, 10, 11 ഈ 5 ശ്ലോകങ്ങളിൽ ആരെ പറ്റി പറഞ്ഞു? നിത്യാനന്ദ പ്രഭുവിനെ പറ്റി, ബലറാമിനെ പറ്റിയിട്ട്, നിത്യാനന്ദറാമിനെ പറ്റിയിട്ട് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ വർണ്ണന നിത്യാനന്ദ പ്രഭുവിനെ പ്രണാമം ചെയ്യാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി. ഇനി 2 ശ്ലോകത്തില് അദ്വൈതാചാര്യരെ പറ്റിയിട്ട് പറയും. അദ്വൈതാചാര്യ. അപ്പൊ അടുത്ത് ഈ ശ്ലോകം വായിക്കാം. മഹാവിഷ്ണുർ ജഗത് കർത്ത മായയായ സൃജത്യതാം തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വരാം. മഹാവിഷ്ണുർ ജഗത് കർത്ത മായയായ സൃജത്യതാം തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മായാ വിഷ്ണുർ ജഗത്കർത്ത മായയാ സുജത്യതാം തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹാവിഷ്ണുർജഗത് കർത്ത മായയാ സൃജത്യതാ തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വര. ഹരേ കൃഷ്ണ. ഹരി ബോൾ. Lord Advaita Acharya is the incarnation of Mahavishnu, whose main function is to create the cosmic world through the actions of Maya. Advaita Acharya ആണ് ഇൻകാർണേഷൻ, അവതാരമാണ്, മഹാവിഷ്ണുവിന്റെ അവതാരം. Whose main function is to create the cosmic world through the actions of Maya. ആരാണ്? മഹാവിഷ്ണു ആണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നത്. ആ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അദ്വൈതാചാര്യൻ. അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവും സദാശിവനും ഒരുമിച്ച് ഉള്ള കമ്പൈൻഡ് ഇൻകാർണേഷൻ ആണ്. എല്ലാവർക്കും അറിയുമായിരിക്കാം, നമുക്കറിയാം. അതായത് അദ്വൈതാചാര്യ ഈസ് കമ്പൈൻഡ് ഇൻകാർണേഷൻ ഓഫ് മഹാവിഷ്ണു ആൻഡ് സദാശിവ അല്ലെ. അപ്പൊ ആരാണ് സദാശിവൻ? സദാശിവന്റെ ലോകം എവിടെയാണ്? ആരെങ്കിലും പറയാൻ പറ്റുമോ? ലോകത്തിന് തൊട്ട് താഴെയല്ലേ? വിരജാ നദിയിലല്ലേ? വിരജാ നദി. ഓക്കെ, പറയൂ. അഭിപ്രായങ്ങളൊക്കെ വരട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. ദൃഷ്ടി വരുന്ന സമയത്ത് പറയൂ. ഹരേ കൃഷ്ണ. പറയൂ. സോറി. വിരജാ നദി കഴിഞ്ഞിട്ട് ബ്രഹ്മജ്യോതി കഴിഞ്ഞതിന് ശേഷം മഹാകാലധാമം വരുന്നുണ്ട്. കാരണം വെച്ചാല് മൂലസംഘർഷണൻ മഹാസംഘർഷനിൽ നിന്നാണ് കൈലാസം മഹാദേവൻ വരുന്നത്. അപ്പോ മഹാദേവൻ അവിടെ ഈ ബ്രഹ്മജ്യോതിക്ക് തൊട്ടു മുൻപായിട്ടാണ് വരുന്നത്. അത് കഴിയുമ്പോ മഹാകാലദേശം കാലധാമം കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മജ്യോതി, അത് കഴിഞ്ഞതിന് ശേഷം വിരജാ നദി, പിന്നെ കാരണോഷ്യൻ ഭൗതിക ലോകത്തിലേക്ക് കടന്നു. പിന്നെ അതായത് വൈകുണ്ഠത്തിന് തൊട്ട് താഴെയാണ് മഹേഷ് ഡാം. മഹേഷ് ഡാമിന് താഴെയാണ് ബ്രഹ്മജ്യോതി. ബ്രഹ്മജ്യോതിയുടെ താഴെയാണ് കാരണക്കടൽ. അവിടെയാണ് കാരണ ഉദകസായി വിഷ്ണു ശയിക്കുന്നത്. ഓക്കെ. അപ്പൊ വൈകുണ്ഠത്തിന് നേരെ തൊട്ട് താഴെയാണ് സദാശിവൻ. സദാശിവൻ 4-handed ഫോമാണ്. ആ സദാശിവന്റെ എക്സ്പാൻഷനാണ് ഇവിടെ ശംഭു ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭൗതിക വേൾഡ്. ആ ശംഭുവാണ് ഗുണാവതാരമായിട്ട് വരുന്നത്. അപ്പോൾ ഒരിക്കൽ എന്ത് സംഭവിച്ചു? ഗൗഡിയ വൈഷ്ണവ ആചാര്യന്മാരുടെ ഇത് പ്രകാരം, അതായത് സദാശിവന്, അതായത് മഹേഷ് ഡാമിലുള്ള സദാശിവന് ഉത്കണ്ഠ, ഈ കലിയുഗത്തില് എങ്ങനെ ഇവരെല്ലാം ഉദ്ധരിക്കപ്പെടും, എങ്ങനെ ഇവരെല്ലാം ശരിക്കുള്ള നേരായിട്ടുള്ള മാർഗത്തിലേക്ക് കൊണ്ടുവരും, ഭക്തിയുത സേവനത്തിലേക്ക് കൊണ്ടുവരും, അതായത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എങ്ങനെ ഞാൻ നയിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ തോന്നി. അപ്പൊ അദ്ദേഹം മഹേഷ് ഡാമിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. കാരണ ഉദകസായി വിഷ്ണുവിനെ
ഭരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കാരണക്കടലിന്റെ തീരത്ത് വന്നിട്ട് മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ കാരണസായി വിഷ്ണുവിനെ മെഡിറ്റേറ്റ് ചെയ്യാണ്. അങ്ങനെ പറയുന്നത് 700 വർഷം അദ്ദേഹം ധ്യാനിച്ചു എന്ന് പറഞ്ഞു. 700 വർഷം ധ്യാനിച്ച ശേഷം മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്തു. ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, നമ്മൾ രണ്ടുപേരും ഒരേ ആളെ തന്നെയാണ്. പാലെങ്ങനെ തൈരെങ്ങനെ ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെ. പാല് ട്രാൻസ്ഫോം ആയാൽ അത് തൈരാവും, തൈര് പാലാവാൻ പറ്റില്ല, പാലിന് തൈരാവാം. അപ്പൊ ആ വ്യത്യാസമുള്ളൂ, നമ്മൾ രണ്ടുപേരും ഒന്നാണ്. അപ്പൊ അങ്ങനെ ആലിംഗനം ചെയ്ത സമയത്ത് ഉണ്ടായതാണ് അദ്വൈതാചാര്യൻ. ആ അദ്വൈതാചാര്യനെ ചൈതന്യ മഹാപ്രഭുവിന്റെ അശരീരി കേട്ടു ആ സമയത്ത്. അങ്ങനെ 700 വർഷം കാരണ ഉദസായി വിഷ്ണുവിനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ കാരണക്കടലിന്റെ തീരത്ത് ധ്യാനം ചെയ്തപ്പോ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും യാതൊരു വ്യത്യാസമില്ല, രണ്ടുപേരും ഒരേ ആൾ തന്നെയാണ്. ആലിംഗനം ചെയ്തപ്പോൾ അദ്വൈതാചാര്യന്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നു. ആ അദ്വൈതാചാര്യനുടെ ചൈതന്യ മഹാപ്രഭു അശരീരിയായിട്ട് പറഞ്ഞു, ഇവിടെ പോണം, എവിടെ ഭൂതലത്തിൽ പോണം, വേണ്ടവിധ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണം, ഞാൻ ഉടനെ അവിടെ അവതരിക്കാൻ പോകുന്നു. അങ്ങനെയാണ് അദ്വൈതാചാര്യൻ ഇവിടെ വരുന്നത്. അപ്പൊ അദ്വൈതാചാര്യൻ മായാപൂരിനടുത്തുള്ള ശാന്തിപൂരിലാണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ആർക്കെങ്കിലും അറിയോ? കമലാക്ഷൻ. കമലാക്ഷൻ എന്നാണ് പേര്. കമല എന്ന് പറഞ്ഞാൽ ലോട്ടസ്, അക്ഷൻ എന്ന് പറഞ്ഞാൽ ഐസ്. അപ്പോ ലോട്ടസ് ഐഡ് വൺ, ഓക്കെ, താമര ഇതൾ പോലുള്ള കണ്ണുകളുള്ളവൻ കമലാക്ഷൻ. അപ്പോ ആ കമലാക്ഷൻ ശ്രുതിധരനായിരുന്നു. എന്താണ് ശ്രുതിധർ എന്ന് പറഞ്ഞാൽ? ശ്രുതിധർ ആയിരുന്നു എന്നാണ് അറിയോ ആർക്കെങ്കിലും? ശ്രുതിധർ എന്ന് പറഞ്ഞാൽ ശ്രുതിധർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ജസ്റ്റ് ലൈക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി, അത് എപ്പോഴും ഉണ്ടാക്കി എപ്പോ വേണമെങ്കിൽ നമുക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു കൊത്തും കോമിയും ഒന്നും മാറാതെ. എന്തെങ്കിലും വായിക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാണ്, അത് മെമ്മറിയിൽ അവിടെ കടന്നു. മുമ്പത്തെ ആൾക്കാരുടെ അങ്ങനെയാണ്, നമ്മളുടെ ഓറൽ റിസപ്ഷനിലാണ്. അന്നൊന്നും റെക്കോർഡിങ്ങിലൊന്നും എഴുതി വെച്ചിട്ടില്ല. എപ്പോഴാണ് ഇതൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയത്? 5000 വർഷം മുമ്പ് വ്യാസദേവൻ. കാരണം വ്യാസദേവന് മനസ്സിലായി, പ്രായേന അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യായി ഉപദ്രത. അതുകൊണ്ട് കലികാലത്തിലെ ആൾക്കാർക്ക് ഓറൽ റിസപ്ഷൻ നടക്കില്ല. ഒന്ന് പറഞ്ഞാൽ അതേ കാര്യം മറ്റൊരാട് പറഞ്ഞാൽ അതിന്റെ വേർഷൻ മാറും, അതേ കാര്യം മൂന്നാമത്തെ ആൾക്കാരന് അതിന്റെ വേർഷൻ മാറും, 10ാമത്തെ ആൾക്കാരുടെ അവിടെ തമ്മിൽ പൂര കംപ്ലീറ്റ് ഡൈല്യൂട്ട് ആയിട്ട് വേറെ എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കും. ഒന്നും നമുക്ക് ഓർമ്മ നിൽക്കില്ല, മന്ദബുദ്ധിയാണ്, ഓർമ്മയില്ല, മടിയാണ്, ലേസിനെസ് ആണ്. അതുകൊണ്ട് വ്യാസദേവൻ അതെല്ലാം റെക്കോർഡിക്കലായിട്ട് എഴുതി വെച്ചു, വേദങ്ങളായിട്ട്, പുരാണങ്ങളായിട്ട്, ഉപനിഷത്തുകളായിട്ട്. എന്നിട്ടും നമുക്ക് അത് ഓർമ്മ നിൽക്കുന്നില്ല. എത്ര പ്രാവശ്യം വായിച്ചാലും നമ്മുടെ തലയിൽ കയറുന്നില്ല. അത്രയ്ക്കും മന്ദബുദ്ധികളാണ് നമ്മൾ കലികാലത്ത്. കലികാല വൈഭവമാണ്, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, കലികാലത്തിന് നല്ലതുണ്ട്, അതേപോലെ കുറച്ച് ചീത്തയുണ്ട്, കുറച്ച് നല്ലതുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഈ ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടിയത് വ്യാസദേവൻ എഴുതി വെച്ച ശേഷമാണ്. അപ്പോഴാണ് ലിഖിത് രൂപത്തിൽ, എഴുതിയ രൂപത്തിൽ നമുക്ക് ഗ്രന്ഥങ്ങൾ. അതുവരെ എങ്ങനെയായിരുന്നു? ഇതെല്ലാം ത്രൂ ഓറൽ റിസപ്ഷൻ ആയിരുന്നു. ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കും, പിന്നെ അദ്ദേഹം ഗുരുവാകും, പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ത്രൂ അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷനിലെ ഓറൽ റിസപ്ഷനിൽ കൂടെ ഈ വിദ്യ എല്ലാവർക്കും പകർന്നു കൊടുത്തു. പക്ഷെ കലികാലത്തിൽ നടക്കില്ല. അതുകൊണ്ട് വ്യാസദേവൻ നമ്മളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഗ്രന്ഥരൂപത്തിലാക്കി. അപ്പൊ ഇവിടെ അദ്വൈതാചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ്? ശ്രുതിധർ. ഇത് ഓരോന്നും അത് കുട്ടിക്കാലത്ത് തന്നെ എല്ലാം ബൈഹാർട്ടാക്കി. എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും അതിനെല്ലാം എക്സ്പേർട്ടായിരുന്നു അദ്ദേഹം. ആര്? അദ്വൈതാചാര്യൻ. അതേപോലെ തന്നെ
പ്രഭുപാദ് പറയാറുണ്ട്, തന്റെ സ്പിരിച്വൽ മാസ്റ്റർ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, അദ്ദേഹം ശ്രുതിധറായിരുന്നു. അദ്ദേഹം വളരെ മെമ്മറി ഉള്ളതായിരുന്നു. എന്ത് വായിച്ചാലും എന്ത് കേട്ടാലും അതെപ്പോഴും അവിടെ തന്റെ മെമ്മറി ഉണ്ടായിരിക്കും. യു ക്യാൻ റിപ്രൊഡ്യൂസ് ദാറ്റ് എനി ടൈം. അങ്ങനെയുള്ള ആ ഒരു കഴിവുള്ളവർ. കാരണം വെച്ചാൽ അവരെല്ലാം ഭഗവാന്റെ എംപവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ കമലാക്ഷൻ കമല ഒരു സമയം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ ആരാണ്? അന്ന് രാജാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനാണ്, പ്രിൻസാണ്, രാജാവിന്റെ അനന്തര അവകാശി പ്രിൻസ്. അദ്ദേഹത്തിന്റെ പേര് കലാപ. അപ്പൊ അദ്ദേഹം കൂടിയിട്ട് ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോയി. ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോയി ഇദ്ദേഹം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. അവിടെ നമസ്കരിച്ചു, ദുർഗാദേവിയെ പ്രാർത്ഥിച്ചു. പക്ഷേ അദ്വൈത ആചാര്യൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോ അദ്ദേഹം മിണ്ടാൻ നിൽക്കുന്ന, അദ്ദേഹം നമസ്കരിക്കുന്നില്ല, ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കൂ, നമസ്കരിച്ചു, ആദ്യം കേൾക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കലാപ, അതായത് പ്രിൻസാണ്, രാജാവിന്റെ മകനാണ്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്യുന്നു, നിങ്ങളെ അവിടെ ആജ്ഞാപിക്കുന്നു, ഇവിടെ ദുർഗാദേവിയുടെ അടുത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അവിടുന്ന് ഒരു സിംഹം അലർന്ന പോലെ അലറി. ആ ശബ്ദം കേട്ടപ്പോ ഇദ്ദേഹം മോഹാത്സ്യപ്പെട്ടു പോന്നു. ആര്? കലാപൻ, ഈ പ്രിൻസ്. അങ്ങനെ അലറിയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി ഒരു ഗുഹയുടെ ഉള്ളിൽ പോയിരുന്ന് അവിടുന്ന് നാമം ജപിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഈ പ്രിൻസ്, ഈ രാജകുമാരൻ എഴുന്നേൽക്കുന്നില്ല. ഈ ന്യൂസ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അടുത്തെത്തി, രാജാവിന്റെ അടുത്തെത്തി. രാജാവ് വന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ സംഗതി മനസ്സിലായി, ഇതാണ് സംഗതി നടന്നത്. പക്ഷെ അവിടെ അദ്വൈതാചാര്യനെ കാണുന്നില്ല, കമലാക്ഷനെ കാണുന്നില്ല. അപ്പൊ അന്വേഷിച്ചു. അപ്പൊ അവര് നിവൃത്തിയില്ല, അവർ എവിടെയാണ് പോയെന്ന് അറിയുന്നില്ല. അപ്പോ കമലാക്ഷന്റെ അച്ഛനെ വിളിച്ചു വരുത്തി രാജാവ്. ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇദ്ദേഹം മാത്സ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇതേവരെ ബോധത്തിൽ വരുന്നില്ല, അപ്പൊ എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു. ഉടനെ കമലാക്ഷന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് തെരഞ്ഞ ആൾക്കാരെ വിട്ടു. നോക്കിയപ്പോ ഒരു ഗുഹയിൽ പോയിട്ട് അവിടെ ഇരുന്ന് നാമം ജപിക്കുകയാണ്. അങ്ങനെ കമലാക്ഷനെ തിരിച്ച് വിളിച്ചു കൊടുന്നു. അദ്ദേഹത്തിനെ വിളിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? അപ്പൊ എല്ലാം വിവരണം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല, എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ രാജാവ് ദേഷ്യപ്പെടും. അപ്പൊ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? കൃഷ്ണ ചരണാമൃതം ഈ കലാപൻ, അതായത് രാജകുമാരന് കൊടുത്തു. അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചെത്തി. അപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ അദ്വൈതാചാര്യൻ അവിടെ ദുർഗാ ദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നമിക്കാത്തത്, പ്രണാമം ചെയ്യാത്തത്? എന്താണ് കാരണം? ഒരു സോഷ്യൽ എറ്റിക്കറ്റ് ആണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ വിശ്വാസം ഇല്ലെങ്കിൽ പോവില്ല. വിശ്വാസമുണ്ട്, ഭഗവാൻ വിശ്വാസമുണ്ട്, ഇല്ലാണ്ട്. പക്ഷെ അവിടെ പോയിട്ടും ദുർഗാദേവിയെ നമിച്ചില്ല. എന്തായിരിക്കും കാരണം? അഗ്നിയാണെന്നുള്ള. ഹരിബോൾ, യെസ്. തൻ്റെ കൺസോർട്ടിന്റെ മുമ്പില് നമിച്ചാൽ ആ കൺസോർട്ടിന്, ആ പത്നിക്ക് തന്നെ വല്ലാണ്ടൊരു എംബാരസ്മെന്റ് വരും. പബ്ലിക്കലി അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അവര് ആ ദിവ്യ തലത്തിലാണ് കാണുന്നത്, അവര് ദിവ്യ തലത്തിലാണ്. ഇത് ഈ രാജകുമാരൻ മനസ്സിലാക്കുന്നില്ല. രാജകുമാരൻ അറിയില്ല, അതായത് കമലാക്ഷൻ ആരാണെന്നത് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല. അവിടെ ടോട്ടലി ഒരു എംബാരസ്മെന്റ് വരും. ആർക്ക്? ദുർഗാദേവിക്ക്. അദ്വൈതാചാര്യൻ ഇവിടെ ആരാണ്? സദാശിവന്റെ റോളിലാണ്. അപ്പൊ അത് ആ ഒരു ഇത് ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ രാജാവിന്റെ കൂടെ വേറൊരു സിമിലർ പാസ്റ്റ് ടൈംസ് ഉണ്ടായിട്ടുണ്ട്. ഈ രാജാവിനെ ഇങ്ങനെ കമലാക്ഷനെ വിളിച്ച് നിർബന്ധിച്ചു. അപ്പോ ചെയ്തില്ല, പ്രണാമം ചെയ്തില്ല. വേറൊരു വീണ്ടും ഇൻസിഡന്റ് വന്നു. രാജാവ് പറഞ്ഞു ദുർഗാദേവിയുടെ അടുത്ത്, അത് ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞു. വീണ്ടും രാജാവിന്റെ ചെറിയ വാശി, ഇദ്ദേഹത്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലും പ്രണാമം ചെയ്യിക്കണം എന്നുള്ള ആ വാശി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ചെയ്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനെ വിളിച്ചു കൊടുത്തു രാജാവ്. പറയാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ കേൾക്കുള്ളൂ. ഒരു എറ്റിക്കേറ്റ്. തന്റെ അച്ഛൻ പറഞ്ഞാൽ അതിനെ
നമ്മൾ അനുസരിക്കും എന്നുള്ള കാര്യത്തിൽ അച്ഛനോട് വിളിച്ച് പറഞ്ഞു. അച്ഛൻ വന്നു. സാധാരണ വ്യക്തിയല്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അച്ഛനോട് പറയാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ പറയുന്നതുകൊണ്ട് ഞാൻ കേൾക്കുന്നു. ഓക്കെ, ഞാൻ ചെയ്യാൻ പാടില്ലാതാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നു. അച്ഛൻ ഉപദേശിച്ചുകൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ അദ്വൈതാചാര്യൻ, അതായത് കമലാക്ഷൻ അവിടെ പ്രണാമം ചെയ്യാണ്. ഉടനെ പ്രണാമം ചെയ്ത ഉടനെ ആ ദുർഗാ ഡേറ്റി 7 പീസസ് ആയിട്ട് പൊട്ടിപ്പോയി എന്നാ പറഞ്ഞു. 7 ആ ഡേറ്റി, ആ വിഗ്രഹം 7 പീസസ് ആയിട്ട് പൊട്ടിപ്പോയി. കാരണം ദുർഗാദേവിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലീലകളെല്ലാം അദ്വൈതാചാര്യൻ കാണിച്ചു കൊടുക്കുന്നു. ആ അദ്വൈതാചാര്യന്റെ കുട്ടിക്കാലത്തെ പേരാണ് കമലാക്ഷൻ. So Lord Advaita Acharya is the incarnation of Mahavishnu, whose main function is to create the cosmic world through the actions of Maya. മഹാവിഷ്ണുവിന്റെ എന്താണ് ഫംഗ്ഷൻ? ഈ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുക. എങ്ങനെ? മായാശക്തി ഉണ്ട്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും മായാലോകമാണല്ലോ, മായയുടെ ശക്തിയാണല്ലോ. ഈ മായയുടെ ശക്തി കൊണ്ടാണ് നമ്മളെല്ലാം ഞാൻ ശരീരമാകുന്നു എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ ജീവിക്കുന്നത്. ഭഗവാന്റെ ഭക്തനാണുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വരില്ല. അപ്പൊ മായാശക്തിയുടെ അധീനത്തിലാണ് നമ്മളെല്ലാം ശരീരമാകുന്നു, എനിക്കിതെല്ലാം ആസ്വദിക്കാനുള്ള എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്നു. ആചാര്യൻ 13ാമത്തെ ശ്ലോകം. അദ്വൈതം ഹരീണാദ്വൈതാത് ആചാര്യം ഭക്തി സംസനാത് ഭക്താവതാരമീശാത് ഈശം ത്വം അദ്വൈതാചാര്യം ആശ്രയേ. അദ്വൈതം ഹരിണാദ്വൈതാത് ആചാര്യം ഭക്തി സംസനാത് ഭക്താവതാരമീശാം ത്വം അദ്വൈതാചാര്യം ആശ്രയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദ്വൈതം ഹരിണാദ്വൈതാത് ആചാര്യം ഭക്തി ശംസനാത് ഭക്താവതാരമീശം തം അദ്വൈതാചാര്യമാശ്രയേ. ഹരേ കൃഷ്ണ. അദ്വൈതം ഹിരണാദ്വൈതാത് ആചാര്യം ഭക്തി സംസനാത് ഭക്താവതാരം ഈശം തം അദ്വൈതാചാര്യമാശ്രയേ. ഹരേ കൃഷ്ണ. Because he is non-different from Hari, the Supreme Lord, he is called Advaita. And because he propagates the cult of devotion, he is called Acharya. He is the Lord and the incarnation of the Lord's devotee. Therefore, I take shelter of him. Right? അതായത് അദ്വൈതാചാര്യ is non-different. അദ്വൈത രണ്ടല്ല, ദ്വൈതം രണ്ട്, അദ്വൈത രണ്ടല്ല. അതായത് ഭഗവാൻ നിന്നും വ്യത്യസ്തമല്ല, ഹരി തന്നെയാണ് അദ്വൈതാചാര്യൻ എന്നാണ് പറയുന്നത്. He is called Advaita. And because he propagates the cult of devotion, അദ്ദേഹം അതായത് ഭക്തി മാർഗത്തിന്റെ ഭക്തി യോഗത്തെ പറ്റിയിട്ട് പ്രൊപ്പഗേഷൻ നടത്തുന്നു, പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആചാര്യൻ എന്ന് പറയുന്നു. ആചാര്യനാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ. ആചാര്യൻ എന്ത് പ്രചാരം ചെയ്യും? പ്രചാരം ചെയ്യണമെങ്കിൽ നമ്മൾ ആചരിക്കണം. ആരാണോ ആചരിക്കുന്നത് അവരെ ആചാരനാവാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് പറയുന്നു, പക്ഷെ അത് ആചരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആചാരനാവാൻ പറ്റില്ല. ആചാര്യൻ പറഞ്ഞാൽ അത് ആചരിക്കണം, എന്നിട്ട് വേണം പ്രചരിപ്പിക്കാൻ. കാരണം ഒരു കാര്യം നമ്മൾ ചെയ്യാതെ അതിനെ പ്രചരിപ്പിക്കാൻ പറ്റില്ല. അച്ഛൻ പറയാണ് സിഗരറ്റ് വലിക്കാൻ പാടില്ല മകനോട്. അച്ഛൻ സ്വയം സിഗരറ്റ് വലിക്കുന്നു, മകൻ കേൾക്കോ? ഇല്ല. അപ്പൊ ആദ്യം ആചരിച്ച് കാണിക്കണം, എന്നിട്ട് പ്രചരിപ്പിക്കാൻ പാടും. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ആചാര്യൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം ഈ ഭക്തി കൾട്ടിനെ, ഭക്തി യോഗത്തിനെ പ്രചാരണം ചെയ്യുന്നുണ്ട് ആചാര്യൻ. ഈസ് ദ ലോർഡ് ആൻഡ് ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ്സ് ഡിവോട്ടി. അദ്ദേഹം സ്വയം ഭഗവാനാണ്, ആ ഭഗവാന്റെ അവതാരവുമാണ്. Therefore I take shelter of him. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ആശ്രയിക്കുന്നു. അങ്ങനെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹത്തിനെ നമിക്കുന്നു. 14 ഈ ശ്ലോകം കൂടി വായിച്ചു നിർത്താറുണ്ട്. ഇത് അടുത്തത് പഞ്ചതത്വത്തിനെ പറ്റിയാണ് പറയുന്നത്. പഞ്ചതത്വത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുന്നു, ആ പഞ്ചതത്വത്തിനെ നമിക്കുന്നു. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപാസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം.
പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപാസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹരേ കൃഷ്ണ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹരേ കൃഷ്ണ. I offer my obeisances unto the Supreme Lord Krishna, who is non-different from his features as a devotee, devotional incarnation, devotional manifestation, pure devotee, and devotional energy. അപ്പോൾ 5 തത്വങ്ങളായിട്ടാണ് ഭഗവാൻ വരുന്നത്. ഓക്കെ, 5 തത്വങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചതത്വാത്മകം കൃഷ്ണം, ശ്രീകൃഷ്ണ ചൈതന്യൻ മഹാപ്രഭു വരുന്നത് 5 തത്വങ്ങളാണ്. ഭക്തരൂപ, കൃഷ്ണന് 5 തത്വങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഭക്തരൂപ, അതായത് സ്വയം ഭക്തനായിട്ട് വരുന്നു. ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ഭക്തനായിട്ട് നമുക്ക് എങ്ങനെ ഭക്തി നമ്മുടെ പരിശീലിക്കണം എന്ന് കാണിച്ചു തരാൻ വേണ്ടി സ്വയം ഭക്തനായിട്ട് വരാണ്, നമുക്ക് മാർഗദർശനം തരാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വരൂപകം, അദ്ദേഹത്തിന്റെ സ്വരൂപമാണ് ആര്? നിത്യാനന്ദറാം, ബൽറാം. ആ ബൽറാമനായിട്ട് നിത്യാനന്ദറാമനായിട്ട് വരുന്നു, സ്വരൂപകം. ഭക്ത അവതാരം, ഡിവോട്ടി ഇൻകാർണേഷൻ, അതാണ് അദ്വൈത ആചാര്യൻ, ഭക്ത അവതാരം. പിന്നെ ഭക്താഖ്യം, അത് ശ്രീവാസാചാര്യൻ. ഭക്താഖ്യം അതായത് ഡിവോട്ടിയാണ് അദ്ദേഹം, ഭക്തനാണ്. പിന്നെ നമാമി ഭക്തശക്തികം, ഡിവോഷണൽ എനർജി, അതായത് ഗദാധര പണ്ഡിറ്റ്. ഭക്തശക്തി എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ എനർജി. ആരാണ് ഗദാധര പണ്ഡിറ്റ്? സ്വയം രാധാറാന്റെ എക്സ്പാൻഷനാണ്. അതില് ശ്രീവാസ ആചാര്യ, ശ്രീവാസൻ ഭക്താഖ്യം, അദ്ദേഹം മാത്രമാണ് ജീവതത്വം അല്ലെ. മറ്റത് വിഷ്ണുതത്വം, അതേപോലെ ശക്തി തത്വമാണ്. രാധാറാന്റെ എക്സ്പാൻഷനാണ് ആര്? ഗദാധര പണ്ഡിറ്റ്. അദ്ദേഹം ശക്തി തത്വത്തിൽ വരും. മറ്റെല്ലാവരും, അതായത് ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഇവരെല്ലാം വിഷ്ണു തത്വമാണ്. ഗദാധര പണ്ഡിറ്റ് ശക്തി തത്വമാണ്. പിന്നെ ജീവതത്വം, ഇത് എല്ലാ തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോ കൃഷ്ണൻ ഈ 5 തത്വങ്ങളും കൂടിയതാണ് പഞ്ചതത്വാത്മകം. കൃഷ്ണൻ അതായത് വിഷ്ണു തത്വമാണ്, അതേപോലെ ശക്തി തത്വമാണ്, അതേപോലെ ജീവതത്വമാണ്. ഈ 5 തത്വങ്ങളില് ഭഗവാൻ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. I offer my obeisances unto the Supreme Lord Krishna, who is non-different from his features as a devotee. വ്യത്യാസമില്ല, അഭിന്നമാണ്. ഡിവോഷണൽ ഇൻകാർണേഷൻ, അതായത് ബൽറാമൻ. ഡിവോഷണൽ മാനിഫെസ്റ്റേഷൻ, അദ്വൈതാചാര്യൻ. പ്യൂർ ഡിവോട്ടി, നാരദ മഹർഷി. ആൻഡ് ഡിവോഷണൽ എനർജി, ഗദാധര പണ്ഡിറ്റ്. അപ്പൊ അങ്ങനെ ഈ പഞ്ചതത്വത്തിനെ പറ്റിയിട്ടും ഇവിടെ പരാമർശിച്ചു. ആ പഞ്ചതത്വത്തിന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ് പറയും. അങ്ങനെ 14 ശ്ലോകം കഴിഞ്ഞു. അടുത്തത് 15ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകോടി വൈഷ്ണവ ശ്രീ പ്രഭുപാദ് की जय. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ.